ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ ഒരു ലോട്ടറി ടിക്കറ്റ് ഉണ്ട്. ഇത് 100 കോടി രൂപയുടേതല്ല, മറിച്ച് ലക്ഷക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാം ഡിജിറ്റൽ ഭാവി നിങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് കരുതുക. ചുരുക്കത്തിൽ ഈ ലോകത്തിന്റെ പേറ്റന്റ് നിങ്ങളുടെ പേരിലാണ്. ഭൂരിഭാഗം ആളുകളും എന്തു ചെയ്യും? അത് വിറ്റ് പണമാക്കും. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ധനികനായി അവർ മാറും. എന്നാൽ 1993 ഒരാൾ ആ ടിക്കറ്റിലേക്ക് നോക്കി, എന്നിട്ട് അത് വലിച്ചു കീറിക്കളഞ്ഞു. നമസ്കാരം, കണ്ണാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ സ്റ്റോറി എവിടെ നിന്നാണ് കേൾക്കുന്നത് എന്നുള്ളത് ഒരു കമന്റ് ഇടാമോ? ഇത് സർ ടിം ബേണേഴ്സ്-ലീയുടെ കഥയാണ്. ഒരു കമ്പ്യൂട്ടറിൽ ഒട്ടിച്ചുവെച്ച ഒരു ചെറിയ കുറിപ്പിലൂടെ ലോകത്തെ വിറപ്പിച്ച മനുഷ്യന്റെ കഥ. സോൾഡറിംഗ് അയൺ കയ്യിലേന്തിയ ബാലൻ. കൗതുകം ടിമ്മിനെ തേടി വന്നതല്ല, അത് അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു. 1955 ലണ്ടനിൽ ജനിച്ച ടിമ്മിന് ഉറങ്ങാൻ നേരം കേട്ടിരുന്നത് രാജാക്കന്മാരുടെ കഥകളായിരുന്നില്ല, മറിച്ച് ലോജിക്കുകളായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ നിർമ്മിച്ച ദമ്പതികളുടെ മകനായിരുന്നു അദ്ദേഹം. മറ്റു കുട്ടികൾ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിച്ചപ്പോൾ ടിം അവയുടെ ഉള്ളിലെ പാർട്സുകൾ അഴിച്ചു പഠിക്കുകയായിരുന്നു. ഓക്സ്ഫോർഡിലെ ഹോസ്റ്റൽ മുറിയിലിരുന്ന് ഒരു സോൾഡറിംഗ് അയണും പ്രോസസ്സറും പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പഴയ ടെലിവിഷനും ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തമായി ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. അദ്ദേഹം ഭാവിയെ